2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഫോർട്ട് കൊച്ചിയിൽ സ്ഥാപിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ ബോർഡ് നശിപ്പിച്ച വിദേശ വനിതയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ഫോർട്ട് കൊച്ചിയിൽ 2 ഇടങ്ങളിലായി സ്ഥാപിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ ബോർഡുകൾ ജൂത വിദേശ വനിത നശിപ്പിച്ച സംഭവത്തിൽ ഏറെ വൈകി പോലീസ് കേസെടുത്തു. ബുധനാഴ്ച പുലർച്ചെയാണ് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. IPC 153 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഇരുവിഭാഗങ്ങൾ തമ്മിൽ കലഹമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് വകുപ്പിന്റെ നിർവചനം. തിങ്കളാഴ്ച രാത്രിയാണ് ഫോർട്ട് കൊച്ചി കടപ്പുറത്തും കമാലക്കടവിലും സ്ഥാപിച്ച 3 ബോർഡുകൾ വിദേശ വനിത നശിപ്പിച്ചത്. ഓസ്ട്രിയൻ സ്വദേശിനിയും ജൂത വംശജയുമായ ഷിലാൻസിയാണ് ബോർഡുകൾ നശിപ്പിച്ചതെന്നാണ് പറയുന്നത്. ബോർഡുകൾ നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരിൽ ചിലർ ഇത് ചോദ്യം ചെയ്തെങ്കിലും ഇവർ നടപടി തുടരുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ബോർഡുകൾ സ്ഥാപിച്ച SIO കൊച്ചി ഏരിയ കമ്മിറ്റി ഇത് സംബന്ധിച്ച് ഫോർട്ട് കൊച്ചി പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. നാട്ടുകാരും പരാതിക്കാരും ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും കേസെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് അറിയിക്കുകയും ചെയ്തതോടെ ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. FIR-ൽ പ്രതിയെ സംബന്ധിച്ച കോളത്തിൽ അജ്ഞാത എന്ന് രേഖപ്പെടുത്തിയതും പ്രതിഷേധത്തിനിടയാക്കി. പോലീസ് കസ്റ്റഡിയിലുള്ള വിദേശ വനിതയെ പിന്നീട് ഹോം സ്റ്റേയിലേക്ക് മാറ്റി. ഇവർ ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിലാണ്. വിദേശ പൗരയായതിനാൽ അവരുടെ രാജ്യത്തെ എംബസി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് വിവരം. അതിനാൽ തന്നെ തുടർ നടപടികൾ സംബന്ധിച്ച് ഉന്നതതല ചർച്ചകൾ നടക്കുകയാണ്. നിലവിലെ വകുപ്പ് പ്രകാരം സ്റ്റേഷൻ ജാമ്യം നൽകുകയോ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യാം. കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനമെങ്കിൽ ഉടൻ ഹാജരാക്കുമെന്ന് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ KR മനോജ് വ്യക്തമാക്കി. ജൂത വിദേശ വനിത ഫലസ്തീൻ ഐക്യദാർഢ്യ ബോർഡ് നശിപ്പിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ചോദിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തിട്ട് ആ പരാതിക്കാരന്റെ മുമ്പിൽ നിന്ന് ആ യുവതിയെ രക്ഷപ്പെടുത്താനായിട്ട് പോലീസ് നാടകം കളിച്ചോടാ. അതാണ് വിഷയം. ഇതുപോലെ നമ്മളിപ്പോൾ ചെറിയ ചെറിയ അടിപിടി അതുപോലെയൊക്കെ എടുക്കുന്നത് പോലെ അല്ല. നമുക്കിതൊരു പോലീസ് എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിലെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ്. നമുക്ക് പല സ്ഥലത്ത് ഡിസ്കസ് ചെയ്യണം. മനസ്സിലായി? നമുക്ക് ലീഗലായിട്ടുള്ള സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് പല സ്ഥലത്ത് ഡിസ്കസ് ചെയ്യണം. ഞങ്ങൾക്ക് സീനിയർ ഓഫീസേഴ്സ് കോംപ്രമൈസ് ചെയ്യണ്ടേ? അല്ലാണ്ട് വെറുതെ അങ്ങനെ പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്താ നടപടി അത് നമ്മൾ തീരുമാനിക്കും. അതല്ലല്ലോ പൗരന് അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.